നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ജോയിൻ ചെയ്യുന്നത് നമ്മൾക്കേവർക്കും സുപരിചിതമായ ഒരു ശബ്ദമാണ്, ഒരു മുഖമാണ്. 7-ാം വയസ്സിൽ തുടങ്ങിയ സംഗീത സപര്യ, നിരവധി അനവധി അതിമനോഹരമായ ഗാനങ്ങൾ, JC ഡാനിയൽ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, അതോടൊപ്പം നിരവധി തവണ ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സും സ്വന്തമാക്കിയ നമ്മുടെ പ്രിയ ഗായിക, നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ ONV കുറുപ്പ് സാറിൻ്റെ ചെറുമകളും മ്യൂസിക് കമ്പോസർ രാജീവ് സാറിൻ്റെ മകളുമായ പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി അപർണ രാജീവ്. അപർണ ചേച്ചി, സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് ചേച്ചി ഈ വിഷുവിൻ്റെ വിശേഷങ്ങൾ? വിഷുവിന് നല്ല വിശേഷങ്ങളാണ്. ഞാൻ പാടിയ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് April 24-ന്. അച്ചപ്പാസ് ആൽബം എന്നാണ് സിനിമയുടെ പേര്. ദീപ്തി സഞ്ജീവ് ശിവൻ, ദീപ്തി ചേച്ചിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവിയാണ്. സംഗീത് ശിവൻ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, സംഗീതേട്ടൻ സഞ്ജീവ് ശിവൻ, സന്തോഷ് ശിവൻ. അപ്പോൾ സഞ്ജീവ് ചേട്ടൻ്റെ വൈഫാണ് ദീപ്തി ചേച്ചി. ദീപ്തി ചേച്ചിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവിയാണത്. ഗുൽരാജ് സിംഗ് എന്നുള്ളൊരു ഹിന്ദിയിലൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക് കമ്പോസറുടെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. അദ്ദേഹമാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ടാണ്. അപ്പോൾ ആ മൂവി ഇപ്പോൾ April 24-ന് റിലീസ് ചെയ്യാണ്. പിന്നെ വിഷുവിൻ്റെ മറ്റൊരു സന്തോഷം, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ ഒരു 5-6 വർഷമായി, അപർണ രാജീവ് ONV. അപ്പോൾ ആ ചാനലിൽ നാളെ ഒരു റിലീസുണ്ട്. ജഗദോദ്ധാരണ എന്നുള്ള കൃഷ്ണൻ്റെ കുറിച്ചുള്ള ഒരു കൃതിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മ്യൂസിക് എൻ്റെ ഒരു വേർഷൻ ഞാൻ റിലീസുണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ശരി. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ട്രെയിൻഡ് ആണല്ലോ. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഞാൻ കുറച്ച് വർഷങ്ങൾ പഠിച്ചിരുന്നു. കർണാട്ടിക് മ്യൂസിക്കാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി. അപ്പോൾ വിഷുവിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഹോംലി ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഴയ കാലത്തെ എന്താണ് വിഷു ഓർമ്മകൾ? പഴയത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും വിഷുക്കൈ നീട്ടം കിട്ടുക, അതൊക്കെയാണല്ലോ സന്തോഷം. പിന്നെ എല്ലാവരും ഇപ്പോൾ ദൂരസ്ഥലത്ത് നിന്നുള്ളവരും ഒക്കെ എല്ലാവരും വരും. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ കസിൻസിനെ കാണുക, കളിക്കുക, പിന്നെ നേരത്തെ നീറ്റ് ഇതേപോലെ കണി കാണുക. അപ്പോൾ എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ നേരത്തെ നീക്കുന്നതും അതൊക്കെ ഒരു രസമാണ്. പിന്നെ എൻ്റെ അമ്മയുടെ നാട് എറണാകുളമാണ്. അപ്പോൾ അവിടെ അച്ഛൻ്റെ നാട് ഷൊർണൂരും. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ സമയമാകുമ്പോൾ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെ ഇതേപോലെ എറണാകുളത്തും വിഷു ആഘോഷിച്ചിട്ടുണ്ട്, ഷൊർണൂരും പോയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ പറഞ്ഞാൽ അവിടെ എണീറ്റ് കണി കണ്ടു കഴിഞ്ഞിട്ട് ഇതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ദീപാവലിയൊക്കെ ആഘോഷിക്കുന്ന പോലെ അവിടെ പടക്കവും പൂത്തിരി അങ്ങനത്തെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള ഓർമ്മകളാണ്. പിന്നെ ഇപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ശേഷം വിഷുവിൻ്റെ അല്ലെങ്കിൽ പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൽബംസ് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ പരിപാടികളോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓർമ്മകളും എല്ലാം സന്തോഷം തരുന്ന ഓർമ്മകളാണ്. ഇപ്പോൾ ആദ്യ ഗാനം എടുക്കുകയാണെങ്കിൽ അത് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഗൃഹാതുരത്വം ഉണർത്തുന്ന പോലത്തെ ഒരു ഗാനമാണ് ആദ്യത്തെ ഗാനം, അല്ലേ? അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫസ്റ്റ് ക്രിട്ടിക് അവാർഡ് കിട്ടിയ ഗാനമായിക്കോട്ടെ, അത് എനിക്ക് ONV സാറിൻ്റെ തന്നെ രചനയിലാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം പാടി തുടങ്ങിയത് മുത്തശ്ശൻ്റെ വരികളാണ്. മെയ്ഡ് ഇൻ USA എന്നാണ് സിനിമയുടെ പേര്. രാജീവ് അഞ്ചൽ അങ്കിൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനായിരുന്നു. അത് വിദ്യാസാഗർ സാറിൻ്റെ ആണ് മ്യൂസിക്. പുന്നല്ലിൻ കതിരോല എന്നുള്ള പാട്ട്, അതാണ് ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത്. അപ്പോൾ അത് ഇതേപോലെ പാർവതി പറഞ്ഞ പോലെ ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു പാട്ടാണ്. ഒരുപാട് പേര് ഇപ്പോഴും അവർക്ക് ഒരു വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണെന്ന് പലരും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 വർഷമായി ഞാനത് പാടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ആ പാട്ട് ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഒരു പാട്ടായിട്ട് മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ പാടാനായിട്ട് റിക്വസ്റ്റ് വരും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരി. തീർച്ചയായിട്ടും. പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ, പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ, എന്തിനീ പോകും നാം, എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ, പൊന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ.
മനോഹരം മനോഹരം. Thank you. തീർച്ചയായിട്ടും ഒരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമാണ്. അതെ, അത് ഒരുപാട് ഗൃഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അതിന്റെ പിക്ചറൈസേഷൻ ആണെങ്കിലൊക്കെ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് ആ പാട്ട്. കാവേരി ചേച്ചിയും അതെ തന്നെ, കാവേരിയും മാധവൻ ഫസ്റ്റ് മലയാളം മൂവിയാണ്. പക്ഷെ ഇതിന്റെ സീനിൽ വരുമ്പോൾ കാവേരിയുടെ കുട്ടിയാകുമ്പോഴുള്ള സീൻസും ആണ്. അതൊരു വളരെ കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. നേരത്തെ എടുത്തു വെച്ച ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഈ പാട്ടിൽ യൂസ് ചെയ്തു. അപ്പോൾ അത് കാവേരി തന്നെ ആയതുകൊണ്ട് അത് ഭയങ്കര ആൾക്കാർക്ക് ഒരു കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് പണ്ടേ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ചേച്ചി, നമുക്ക് ഫസ്റ്റ് ക്രിട്ടിക് അവാർഡ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതും ആദ്യത്തെ അവാർഡ് അത് മുത്തശ്ശന്റെ രചനയിൽ തന്നെയാണ്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അല്ലേ? എന്താണ് ആ പാട്ടിന്റെ ഓർമ്മകൾ? മഞ്ജുതരശ്രീ എന്നുള്ള പാട്ടിനാണ് ആദ്യമായിട്ട് ഒരു അംഗീകാരം. കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും കലാകേരള അവാർഡ്, വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ്, പിന്നെ ഫിലിം ഫെയറിന്റെ അവാർഡ്സിന്റെ നോമിനേഷൻ അവസാനം വരെ പോയിരുന്നു. അത് ചിത്രചേച്ചിയുടെ കൂടെയാണ്. ചിത്രചേച്ചിക്കാണ് ആ വർഷം കിട്ടിയത്. പക്ഷെ ചേച്ചിയുടെ കൂടെ നമ്മുടെ ഒരു പേര് വരിക അതിൽ തന്നെ ഒരു വലിയ അംഗീകാരമായിരുന്നു. അപ്പം അത് മുത്തശ്ശൻ്റെ വരികൾക്ക് കിട്ടി എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. മറ്റൊരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിലാണ് ആ പാട്ട്. അദ്ദേഹം 20 വർഷം കഴിഞ്ഞ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ട് മുത്തശ്ശൻ്റെ കൂടെ ചെയ്ത പാട്ടാണിത്. അപ്പോൾ ആ സിനിമയിലെ എല്ലാ നല്ല പാട്ടുകളാണ്. അപ്പോൾ സ്വാമി അന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് നേരിട്ട് പാട്ട് പഠിപ്പിച്ച് തന്ന്, പഴയ രീതിയിൽ അങ്ങനെ പഠിപ്പിച്ച് തന്ന് പാടിയായിരുന്നു. പിന്നെ ആ സിനിമയിൽ തന്നെ ദാസേട്ടൻ്റെയും ചിത്രചേച്ചിയും ജാനകിയമ്മയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളുടെ ട്രാക്കും കൂടി എനിക്ക് പഠിപ്പിച്ച് തന്ന് അതും കൂടി പാടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ട് പഠിച്ച് പിന്നെ അങ്ങനെ ഒരു അനുഭവമായിരുന്നു. പിന്നെ ഈ പാട്ട് മഞ്ജുതരശ്രീ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്യുന്നത് കാണാൻ പറ്റി എന്നുള്ളതൊരു, ഞാൻ അങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ കണ്ട കാര്യമാണ്. ഒരു നിമിഷ നേരം കൊണ്ടൊരു ഒരു ഒരു 15 മിനിറ്റിൽ ആ പാട്ടിൻ്റെ അത് പല പല ഓരോ പ്രാവശ്യം അദ്ദേഹം പാടുമ്പോഴും ഓരോരോ ട്യൂണിലാണ് ആ പാട്ട് ഇങ്ങനെ പുറത്തു വന്നത്. പിന്നെ അവസാനം ഇങ്ങനെ ഓരോ പ്രാവശ്യം പാടുമ്പോഴും നമുക്കിപ്പോൾ ഏതാണ് എടുക്കേണ്ടത്, ഏതാ പഠിക്കേണ്ടതെന്നുള്ള എല്ലാം മനോഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ട്യൂണിൽ ഫിക്സ് ചെയ്തിട്ട് പിന്നെ അത് റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പഠിപ്പിച്ചെന്ന് അങ്ങനെ പാടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു വലിയ, ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ഇതൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിലൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. അത് കൃഷ്ണന്റെ ഒരു ഗാനമാണെന്ന് തോന്നുന്നു. കൃഷ്ണന്റെ പാട്ടാണ്. കൃഷ്ണനെ കാത്തിരിക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ അതും ഇതേപോലെ സുകുമാരി അമ്മയുടെ വിനീതേട്ടനെ കൂടെയുള്ള ഒരു ഡാൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ പിക്ചറൈസേഷനാണ്. അപ്പോൾ അതും ഇതേപോലെ ഒരുപാട് പേര് വളരെ ഇഷ്ടപ്പെട്ട, ഒരുപാട് എന്താ പറയുക, ഇപ്പോഴും ആൾക്കാർ എന്നോട് വന്ന് ആ പാട്ടിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ പല സിംഗേഴ്സിനും എന്താ പറയുക, ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ അല്ലെ അദ്ദേഹം രചിച്ച ഒരു ഗാനം ആലപിക്കാൻ പറ്റി. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രിട്ടിക് അവാർഡ് കിട്ടിയ ഗാനമാണെങ്കിലും അച്ഛൻ കമ്പോസ് ചെയ്ത ഗാനമാണല്ലേ? കമ്പോസ് ചെയ്ത പാട്ടിനാണ് എനിക്ക് രണ്ടാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്നത് 2021. അത് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ശ്രീ ബിജു മുരളി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലിറിക്സാണ്. തുരുത്ത് എന്നുള്ള സിനിമയായിരുന്നു. അതിൽ സിനിമ ഒരു നല്ലൊരു മെസ്സേജ് തരുന്ന അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അതിൽ തീരത്തോടും തീരം മേലെ എന്നുള്ള ആ പാട്ട്, അതിനാണ് രണ്ടാമത് ക്രിറ്റിക്സ് അവാർഡും കിട്ടുന്നത്. ആദ്യമായിട്ട് JC ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും കിട്ടുന്നതും ഈ പാട്ടിനാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ചേച്ചി ഏഷ്യാനെറ്റിൽ തന്നെ മകരസ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചേച്ചി ആങ്കർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഏഷ്യാനെറ്റിൽ തന്നെ വോയിസ് ഓഫ് ദ വീക്ക് വഴി ആണ് കണ്ടസ്റ്റന്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു ലോങ് ജേർണി ഉണ്ട്. എന്താണ് അവിടുത്തെ ഒരു സ്റ്റോറി, മെമ്മറീസ് ഒക്കെ? ഞാൻ പണ്ട് തൊട്ടേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോയിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ ആ സമയത്താണ് ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോ എന്ന് പറയുന്ന രീതിയിലൊരു വോയിസ് ഓഫ് ദി വീക്ക് എന്നുള്ള പ്രോഗ്രാം. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഷോ വന്നപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിൽ ഫൈനൽ വരെ എത്തി, ഫൈനലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പരിപാടിയിൽ കണ്ടിട്ടാണ് ഈ മകരസ എന്നുള്ള പ്രോഗ്രാമിലേക്ക് ആങ്കർ ചെയ്യാനായിട്ട് വിളിച്ചത്. അപ്പോൾ ആങ്കറിങ് അതുവരെയും ചെയ്യാത്തൊരു കാര്യമാണ്. ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ വന്നിട്ട് വീട്ടിൽ അച്ഛനോട് വന്ന് സംസാരിച്ചപ്പോൾ
എനിക്ക് ശരിക്കും നല്ല ടെൻഷനായിരുന്നു. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും? പാട്ട് പാടാനാണെങ്കിൽ ശരി കുഴപ്പമില്ല, പക്ഷേ ആങ്കറിംഗ് ഒന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛനോടൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ട, അത് ചെയ്യാൻ ശരിയാവില്ല. അപ്പോൾ പറഞ്ഞു എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ 2 എപ്പിസോഡ് ചെയ്തിട്ട് എന്നാൽ പിന്നെ വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ പോയി ചെയ്തതാണ്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ വന്നു ആദ്യത്തെ 2 എപ്പിസോഡ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഓക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതായി അങ്ങനെ. പക്ഷെ അത് ഭയങ്കര എൻ്റെ ഒരു ശരിക്കും എനിക്ക് തോന്നും അത് എൻ്റെ ജീവിതത്തിലെ ഒരു മ്യൂസിക് ആ ഒരു ജേർണിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഏഷ്യാനെറ്റിലെ മകരിസ എന്നുള്ളൊരു 3 വർഷം ഉണ്ടായിരുന്നു ആ പരിപാടി. അത് കഴിഞ്ഞ് ആ പരിപാടി പിന്നെ നിന്നു. അപ്പോൾ പക്ഷെ ആ ഒരു സമയത്ത് എല്ലാം കുട്ടികളാണ്, അപ്പോൾ എൻ്റെ ഏജിലുള്ള കുട്ടികളാണ് അവതരിപ്പിക്കുന്നതും ഓർക്കസ്ട്ര വായിക്കുന്നതും ഓഡിയൻസ് ആയിട്ട് വരുന്നതും പാർട്ടിസിപ്പൻസ്. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ നടന്ന് അടുത്താണ് സ്കൂള്, കാർമലിലായിരുന്നു. അപ്പോൾ നടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോട്ടിലൊക്കെ ആൾക്കാരിങ്ങനെ മിൽക്കാബി എന്നല്ലായിരുന്നു എൻ്റെ സ്പോൺസർ, മിൽക്കാബി എന്നൊക്കെ വിളിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കര രസമുള്ള ഓർമ്മകളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ ആങ്കറിങ് എന്നുള്ള ഇതേപോലെ ഒരു എന്താ പറയുക, എൻ്റെ സ്കൂൾ കാലഘട്ടം 12th കഴിയുന്നവരെയും 12th കഴിഞ്ഞിട്ടാണ് ഗന്ധർവ സംഗീതവും ആങ്കറിങ് തീർന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലേബാക്ക് സിംഗിങ് തുടങ്ങുന്നത്. അങ്ങനെ ആ ഒരു സീഡ് എങ്ങനെയാണ് വന്നത്? സംഗീതമാണ് എൻ്റെ മെയിൻ ഏരിയ, ഞാനിതാണ് ഫോക്കസ് ചെയ്യാന്നുള്ളത്. അല്ല, ഞാൻ ആ സമയത്തൊന്നും അത്രയും സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പം സംഗീതമാണ് എന്നുള്ളതൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ സംഗീതം കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. ഇതേപോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയി, അപ്പോൾ പാട്ടിങ്ങനെ കൂടെ ഉണ്ട്. അപ്പോൾ ഗന്ധർവ സംഗീതം കഴിഞ്ഞ സമയത്താണ് രാജവഞ്ചൽ അങ്കിള് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, മുത്തശ്ശനാണ് വരികൾ എഴുതുന്നത്, അപ്പോൾ വിദ്യാസാഗർ സാറാണ് സംഗീതം ഉണ്ട്, ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ വോയിസ് ടെസ്റ്റിന് അതുവരെ എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വോയിസ് ടെസ്റ്റിന് വേണ്ടി ചെന്നൈ പോയി. അപ്പോൾ ഞാൻ എൻ്റെ 12th ഒക്കെ ബോർഡ് എക്സാം ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇതേപോലെ അതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ രാത്രിയായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹത്തെ പോലെ വലിയ മ്യൂസിക് കമ്പോസറുടെ കൂടെ ആദ്യമായിട്ട് പാടി തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ പക്ഷെ വളരെ നല്ല എൻകറേജിങ് ആയിട്ട് നല്ല രീതിയിൽ അത് പോയി. അപ്പോൾ അങ്ങനെ പാട്ട് അപ്പോഴും ഞാൻ ഇത് കരിയർ ആണെന്നൊന്നും ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അവസരം വന്നു, അത് സന്തോഷമായിട്ട് പോയി. എനിക്ക് മാക്സിമം നന്നായി ചെയ്യാൻ പറ്റാമെന്നേ ആലോചിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഇനി സിനിമയിൽ ഏത് പാടും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊന്നും ഒരു ശ്രമവും ചെയ്തിട്ടില്ല, അതാണ് സത്യം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ആക്ച്വലി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് കരിയർ പാട്ട് മതി എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ചും കൂടി അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ചേച്ചി, അപ്പം വിഷു ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ മുത്തശ്ശനുമായിട്ടുള്ള വിഷു ഓർമ്മകൾ അതെങ്ങനെയാണ്? മുത്തശ്ശനായിട്ടുള്ള ഇതേപോലെ മുത്തശ്ശൻ കൈനീട്ടം തരും, അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, മുത്തശ്ശൻ മാത്രമല്ല അച്ഛമ്മയും തരും, അമ്മ അച്ഛൻ എല്ലാവരും തരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എറണാകുളത്തും ഒക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഷൊർണൂരാണെങ്കിലും മുത്തശ്ശനും അച്ഛമ്മയൊക്കെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോവുക. ഷൊർണൂർ ഇപ്പോൾ വിഷുവും ഓണത്തിനും അങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്പോൾ അവിടെ ഇതേപോലെ നമുക്ക് ഒരുപാട് പേരുടെ കൈനീട്ടം കിട്ടും. ഭയങ്കര രസമുള്ള ഓർമ്മകളാണ്. വീട്ടിലത്തെ എന്താ പറയുക, നല്ല സ്വാദുള്ള നല്ല ഭക്ഷണവും പിന്നെ പായസവും എല്ലാം അങ്ങനെ കളി അങ്ങനെയുള്ള. പിന്നെ മുത്തശ്ശൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇതന്നെയാണ്, കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ് മെയിൻ അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ചില വിഷു ഇതുപോലെ ഷൊർണൂർ ആയിരിക്കും, ചിലത് എറണാകുളത്ത്. അപ്പോൾ എന്താണ് നമ്മുടെ തിരുവനന്തപുരത്തെ വിഷുവും ഷൊർണൂരെ വിഷു തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഷൊർണൂർ എന്ന് പറഞ്ഞാൽ തനിയൊരു നാട്ടിൻപുറം അതാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ വിഷു ആയാലും ഓണം ആയാലും ഒക്കെ ഇപ്പോൾ അത്തപ്പൂവൊക്കെ ഇടുമ്പോൾ വലുതായിട്ട് ഇടാൻ പറ്റും. ഇപ്പോൾ വിഷുവിനും ഇതേപോലെ കണി വെക്കുന്നതും പിന്നെ അത് വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ എറണാകുളത്തൊക്കെ നമ്മൾ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ കമ്പിത്തിരി പൂത്തിരി അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിഷുവിൽ അതങ്ങനെ ഇല്ല. ദീപാവലിക്കാണല്ലോ ഇവിടെ ചെയ്യുന്നത്, അത് അവിടെ വിഷുവിന് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ഒരു ശരിക്കും വിഷു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു നമ്മൾ എറണാകുളത്തുള്ള ആ ഒരു വിഷുവിൻ്റെ ഓർമ്മകളാണ് കൂടുതൽ എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഭയങ്കര രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് രാവിലെ നേരത്തെ എണീറ്റ്
ഈ കൈനീട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് മെയിൻ അട്രാക്ഷൻ. നമ്മളൊരു കുറേ നേരത്തേക്ക് കമ്പിത്തിരി പുത്തിരി ഇതെല്ലാം തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വിഷുവിൻ്റെ ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. നമ്മൾ ഇവിടെ ഓണം പോലെയാണല്ലോ, അവിടെ വിഷു കുറച്ച് കൂടുതലായിട്ട് കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടത്തെക്കാട്ടിലും. അങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെയും വലിയ ഇതായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഇവിടെ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ ദീപാവലിക്ക് അതിനു വേണ്ടി എല്ലാം കൂടി ചേർത്തുണ്ടല്ലോ. അവിടെ ദീപാവലിക്ക് അങ്ങനെ അത്രയും ഇല്ല. ഇവിടെ ദീപാവലി കുറച്ചും കൂടി ഇതേപോലെ നമ്മള് പടക്കവും അങ്ങനെയാണല്ലോ ഇവിടെ. അപ്പോൾ ഇപ്പോഴത്തെ വിഷുവിലേക്ക് വരികയാണെങ്കിൽ ഫാമിലി ആയിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥ് സാർ ഉണ്ട്, ഗൗതം, ലയ ഉണ്ട്. അപ്പോൾ എന്താണ് ഫാമിലി ആയിട്ടുള്ള ഇപ്പോഴത്തെ വിഷുവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴും ഇപ്പോൾ വിഷു ആഘോഷിക്കുന്നത് ഇത് തന്നെയാണ്. അമ്മയച്ഛനും ഉണ്ട്, അച്ഛമ്മയുണ്ട് കൂടെ, സിദ്ധാർത്ഥ് കുട്ടികൾ എനിക്ക് 2 പേരുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഉണ്ടായിരുന്നപ്പോഴും മോന് 4 വയസ്സുള്ളപ്പോഴാണ് മുത്തശ്ശൻ പോകുന്നത്. അപ്പോൾ മോൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ വിഷു എന്ന് പറയുമ്പോൾ മോനും മുത്തശ്ശൻ കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക മനോഹരമായിട്ടുള്ള ഓർമ്മകളാണല്ലോ. അങ്ങനെ മുത്തശ്ശനാണ് അവൻ്റെ പേര് സെലക്ട് ചെയ്തത്, ഗൗതം എന്നുള്ള പേര്. ഹസ്ബൻഡിൻ്റെ പേര് സിദ്ധാർത്ഥാണ്. അപ്പോൾ അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ മകൻ ഗൗതം എന്നുള്ള രീതിയിൽ മുത്തശ്ശനാണ് അങ്ങനെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ആ വിഷുവിൻ്റെ ആ മുത്തശ്ശനുള്ള സമയത്ത് ഇപ്പോൾ മോൻ്റെ കുഞ്ഞിതാകുമ്പോഴുള്ള വിഷുവും അതൊക്കെ ഓർമ്മകളാണ്, നല്ല ഓർമ്മകളാണ്. പിന്നെ ഇപ്പം ഇതേപോലെ നമ്മളെല്ലാവരും സിദ്ധാർത്ഥും കുട്ടികളും അമ്മ, അച്ഛൻ, അച്ഛമ്മ, സിദ്ധാർത്ഥിൻ്റെ അമ്മയച്ഛനും വരും. എല്ലാവരും കൂടി ഇതേപോലെ നല്ല ഒരു വീട്ടിലൊരുമിച്ച് ഇരിക്കുക, വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ തന്നെ ഉള്ളതാണ്. ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഇരിക്കുക. ഇപ്പം മുത്തശ്ശനും അങ്ങനെ തന്നെയായിരുന്നു. മുത്തശ്ശൻ ഉണ്ടായിരുന്നപ്പോഴും ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് അതാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇരുന്നിപ്പോൾ ഒരുപാട് വലിയൊരു എന്താ പറയുക ഗ്രാൻഡായിട്ടുള്ള സെലിബ്രേഷൻ എന്നല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധാരണമായിട്ടുള്ള ഒരു ഇലയിലായിരിക്കും എന്നുള്ളേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന്. അതെ അതെ, അതാണ്. അപ്പോൾ ചേച്ചി നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചു, വളരെ മനോഹരമായ വിഷു ഓർമ്മകളെ കുറിച്ച് നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു മനോഹരമായ ഗാനം. ഓക്കെ, വിഷുവിനെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും വിഷുവിൻ്റെ കൂടെ വിഷു പാട്ടുകളും അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. കുറേ നല്ല സിനിമയിലാണെങ്കിലും ആൽബംസിലാണെങ്കിലും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിലൊരു പാട്ട്, ഒരു ആൽബം പാട്ടാണ്, ഒരുപാട് വർഷം മുമ്പത്തെ മുത്തശ്ശൻ്റെ വരികളാണ്. കണ്ണനെ കണി കാണാൻ, ആ പാട്ട് പാടാം. കണ്ണനെ കണി കാണാൻ, കണ്ണൻ്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങീണം നിന്മല കണ്ണടച്ചുറങ്ങീണം. കണ്ണനെ കണി കാണാൻ, കണ്ണൻ്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങീണം നിന്മല കണ്ണടച്ചുറങ്ങീണം. ACVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ സന്തോഷകരമായ ഒരു നല്ല വിഷു ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.